എല്ലാവർക്കും യൂണിക്കോൺ എജ് സീരീസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന മൊഡ്യൂളാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നമ്മളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികം എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ പ്രോബ്ലം ഡിസ്കഷനിലേക്ക് പോവുകയാണ്. എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്തും പ്രോബ്ലത്തിൻ്റെ എണ്ണം കൂടുന്ന സമയത്തും വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നുണ്ട്. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് ലേറ്റ് ആവുന്നത് കൊണ്ടുമാണ് പ്രോബ്ലത്തിൻ്റെ എണ്ണം കുറച്ചിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലനേഷൻ ആദ്യം ആഡ് ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ അടുത്ത 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ വരുന്ന ഒരു എക്സ്പ്ലനേഷനും കൂടി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള സ്പെസിഫിക് ഹീറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് BCC ക്രിസ്റ്റൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈൻസ് ആർ നോട്ട് പ്രസൻറ്റ്? സോ BCC ക്രിസ്റ്റലാണ് തന്നിട്ടുണ്ട്. അതിലുള്ള പ്ലെയിൻസിൽ ഏത് പ്ലെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ഏത് ലൈനായിരിക്കും ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇല്ലാത്തത് അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണിക്കാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് BCC ക്രിസ്റ്റൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൈൻസ് ആർ നോട്ട് പ്രസൻറ്റ്? ഏത് പ്ലെയിനിൽ നിന്നുള്ള ലൈൻസ് ആയിരിക്കും ഇല്ലാണ്ടിരിക്കുന്നത്? സോ BCC ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളൊരു ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്ട്രക്ചർ ഫാക്ടറുടെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ മെറ്റീരിയൽ സ്കാറ്റേഴ്സ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതായത് നമ്മൾ സ്കാറ്ററിംഗ് പാറ്റേൺ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ടൂളാണ് സ്ട്രക്ചർ ഫാക്ടർ. ഇൻസിഡൻറ്റ് റേഡിയേഷനിൽ നമ്മുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ സ്കാറ്ററിങ് എങ്ങനെ ബിഹേവ് ചെയ്യും, ഇൻസിഡൻറ്റ് റേഡിയേഷൻ കൊണ്ട് എങ്ങനെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആ മെറ്റീരിയൽ എങ്ങനെയാണ് സ്കാറ്റർ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് BCC ക്രിസ്റ്റലിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. സോ സ്ട്രക്ചർ ഫാക്ടർ ഫോർ എ BCC ഈസ് ഗിവൺ ബൈ SG is equal to F into 1 plus E raised to I pi into H plus K plus L. ഇവിടെ നമുക്കറിയാവുന്ന H plus K plus L എന്ന് പറയുന്നത് മില്ലർ ഇൻഡിസസ് ആണ്. നമ്മുടെ തന്നിരിക്കുന്ന പ്ലെയിൻസിന് ഓരോ വാല്യൂ ആണ്. Hഉം Kയും Lഉം ആണ് നമുക്കറിയാവുന്ന വാല്യൂ ആണ് അത്. പിന്നെയുള്ളത് F എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ഫാക്ടറാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലുള്ള നമ്മൾ SG കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുകയൊന്നും വേണ്ട. അതിനുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷനിലുള്ള H plus K plus L എന്ന വാല്യൂ ഓഡാണോ ഈവൻ ആണോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് പ്ലെയിൻസ് തന്നിട്ടുണ്ട്. ആ പ്ലെയിൻസിൽ ഓരോ പ്ലെയിനും റെപ്രസെൻറ്റ് ചെയ്യുന്നത് H K L വാല്യൂസ് ആണ്. സോ H K L വാല്യൂ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡാണോ ഈവൻ ആണോ എന്ന് നോക്കുക. ഇനി നമുക്ക് ഓഡാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനർത്ഥം ഇഫ് H plus K plus L is odd then SG is equal to 0. അതായത് SG 0 ആകുമ്പം വിച്ച് റെപ്രസെൻറ്റ്സ് സീറോ ഇൻറ്റൻസിറ്റി. അതായത് ഡിഫ്രാക്ഷൻ പാറ്റേണിൽ സീറോ ഇൻറ്റൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്ലെയിനിൽ നിന്നും ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇല്ല, അല്ലെങ്കിൽ ആ ലൈൻസ് ഒന്നും അവിടെ പ്രസൻ്റ് ആയിരിക്കില്ല. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒന്ന് 200 ആണ്, പിന്നെ 110, 301, 111 ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള H plus K plus L എന്ന് നമ്മൾ ഓരോ പ്ലെയിനിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 3 എണ്ണത്തിൽ ഈവൻ വാല്യൂസ് ആയിരിക്കും. 4-മത്തേലാണ് നമുക്ക് ഓഡ് വാല്യൂ കിട്ടുന്നത്. അതായത് ഓഡ് വാല്യൂ കിട്ടുന്ന പ്ലെയിനിലാണ് നമുക്ക് സീറോ ഇൻറ്റൻസിറ്റി കിട്ടുക. അതായത് ആ പ്ലെയിനിലായിരിക്കും നമുക്ക് ആ ലൈനായിരിക്കും പ്രസൻറ്റ് ചെയ്യാതിരിക്കുക BCC ക്രിസ്റ്റലിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ. സോ ഹിയർ ദ ആൻസർ ഈസ് 111. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ കൺസിഡർ ദ എക്സ്റേ ഡിഫ്രാക്ഷൻ ഫ്രം എ ക്രിസ്റ്റൽ വിത്ത് എ FCC ലാറ്റിസ്. ദ ലാറ്റിസ് പ്ലെയിൻ ഫോർ വിച്ച് ദർ ഈസ് നോ ഡിഫ്രാക്ഷൻ പീക്ക് ഈസ്. നേരത്തെ ചെയ്തതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെയും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ FCC ക്രിസ്റ്റൽ തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് പ്ലെയിനിലായിരിക്കും ഡിഫ്രാക്ഷൻ പീക്ക് അല്ലെങ്കിൽ ഇല്ലാത്തത്? അതിൻ്റെ കുറേ ഡിഫ്രാക്ഷൻ പ്ലെയിൻസ്, അതായത് നമുക്ക് HKL വാല്യൂള്ള പ്ലെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഡിഫ്രാക്ഷൻ ഇല്ലാത്ത പ്ലെയിൻ ഏതാണെന്നാണ് ചോദ്യം. സോ നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിൻസ് 212, 111, 200, 311. സോ ഇതിൽ നിന്ന് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡിഫ്രാക്ഷൻ പീക്ക് ഇല്ലാത്ത പ്ലെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദർ ഈസ് നോ ഡിഫ്രാക്ഷൻ ദെൻ D ഷുഡ് ബി മിനിമം. ഡിഫ്രാക്ഷൻ ഇല്ലാത്ത പ്ലെയിനിൽ ഡിയുടെ വാല്യൂ മിനിമം ആയിരിക്കും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള പ്ലെയിനിലെ ഓരോന്നിൻ്റെയും D വാല്യൂ കാണുക. D വാല്യൂ കണ്ടതിന് ശേഷം ഏതാണോ D വാല്യൂ നമുക്ക് മിനിമം കിട്ടുന്നത് ആ പ്ലെയിൻ ആയിരിക്കും ഡിഫ്രാക്ഷൻ പീക്ക് ഇല്ലാത്ത പ്ലെയിൻ. സോ നമുക്കറിയാം D എന്ന് പറയുന്നത് ഇൻ്റർപ്ലാനർ സ്പേസിംഗ് ആണ്, രണ്ട് പ്ലെയിൻ തമ്മിലുള്ള സ്പേസിംഗ് ആണ്. A എന്ന് പറയുന്നത് ലാറ്റിസ് കോൺസ്റ്റൻ്റ് ആണ്. അത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ D is equal to A/√H² പ്ലസ് K² പ്ലസ് L² ആണ്. HKL പ്ലെയിനിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ HKL വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എന്നിട്ട് ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ പ്ലെയിൻ്റെയും ആൻസർ കിട്ടുന്നത് A/3. എയുടെ ടേമിലായിരിക്കും നമുക്ക് ആൻസർ വരിക. A/3, A/√3, A/√2 ആൻഡ് A/√11 ആണ് വരുന്നത്. അപ്പം അതിൻ്റെ ടേമിൽ ഏതാണ് മിനിമം വരുന്നതെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് 311 311 പ്ലെയിൻ എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 0.30A എന്നുള്ള രീതിയിൽ നമുക്കൊരു ആൻസർ കിട്ടും. സോ മിനിമം D വാല്യൂ വരുന്ന പ്ലെയിൻ, അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. സോ ദ ആൻസർ ഈസ് 311 പ്ലെയിൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ആറ്റമിക് പ്ലെയിൻസ് ഇൻ CaCO3 ഈസ് 0.3 നാനോമീറ്റർ. ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് ബ്രാഗ് സ്കാറ്ററിംഗ് ഫോർ 0.03 നാനോമീറ്റർ എക്സ്റേ ഈസ്. സോ ഇത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ബ്രാഗ് സ്കാറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബ്രാഗ്സ് ഇക്വേഷൻ ആണ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷനാണ്. n⁴ = 2D sin θ എന്ന് പറയുന്നതാണ് ബ്രാഗ്സ് ഇക്വേഷൻ. അതിനുശേഷം നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് നോക്കാം. സോ നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷനിലുള്ള n⁴ = 2D sin θയിലെ n എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, ലാംഡ എന്ന് പറയുന്നത് എക്സ്റേയുടെ അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ്, D എന്ന് പറയുന്നത് ഇൻ്റർപ്ലാനർ സ്പേസിംഗ് ആണ്, പിന്നെ sin θ ആംഗിളിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ഇവിടെ തന്നിട്ടുള്ളത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ആറ്റോമിക് പ്ലെയിൻസ്, അതായത് D തന്നിട്ടുണ്ട്. D is equal to 0.3 നാനോമീറ്റർ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സ്മോളസ്റ്റ് ആംഗിൾ, അതായത് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെയും തന്നിട്ടുള്ളത് ബ്രാഗ് സ്കാറ്ററിംഗ് ഫോർ എൻ എക്സ്റേ ഓഫ് 0.03 നാനോമീറ്റർ. 0.03 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള എക്സ്റേ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അഡ്ജസൻറ്റ് പ്ലെയിൻസിൻ്റെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. സ്മോളസ്റ്റ് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, തീറ്റയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ തന്നെ റീഅറേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ നമ്മൾ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പം നമുക്ക് sin θ = λ/2D എന്ന് കിട്ടും. നമുക്ക് തന്നിരിക്കുന്ന ഭാഗം ലാംഡ 0.03 / 2 × D എന്ന് പറയുന്നത് 0.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് sin θ = 1/10 എന്ന് കിട്ടും. So theta is equal to sin inverse of 1/10, which is approximately equal to 5.8 degree. So ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5.8 ഡിഗ്രി. ഇതിൽ അല്ലെങ്കിൽ ബ്രാഗ്സ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് സിമിലറായി വരാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ചോദിച്ച രീതിയിൽ നിങ്ങൾക്ക് sin θ കാണാൻ വേണ്ടി അല്ലെങ്കിൽ തീറ്റ കാണാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസൻറ്റ് പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിക്കാം, അതായത് ഡിയുടെ വാല്യൂ ചോദിക്കാം, അല്ലെങ്കിൽ ലാംഡ ചോദിക്കാം. ഇത് മാറി മാറി അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫിഗറിൽ തന്നിട്ടുള്ളതുപോലെ ഇൻസിഡൻ്റ് ആംഗിളും അതുപോലെ ഇൻസിഡൻ്റ് എക്സ്റേയുടെ ആംഗിളും ഡിഫ്രാക്റ്റഡ് എക്സ്റേയുടെ ആംഗിൾ തന്നിട്ടുണ്ട്. നമ്മളോട്
ഡിഫ്രാക്റ്റഡ് ആംഗിൾ, അതായത് തീറ്റ കണ്ടുപിടിക്കാൻ പറയുകയാണ്. റെഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ, അതായത് ആ ഇൻസിഡൻറ്റ് എക്സ്റേഡ് ആംഗിളും ഡിഫ്രാക്റ്റഡ് ആംഗിളും തമ്മിലുള്ള ആ ഒരു ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിഫ്രാക്റ്റഡ് ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാം. സോ ഫിഗറിൽ കാണിച്ചതുപോലെ തന്നെ 2 തീറ്റയും 2 തീറ്റ പ്ലസ് നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ, ആംഗിളിൻ്റെ ഡിഫറൻസ്, ഇൻസിഡൻ്റ് ആംഗിളും ഡിഫ്രാക്റ്റഡ് ആംഗിളും എക്സ്റേഡ് ഡിഫ്രാക്റ്റഡ് ആംഗിളും തമ്മിലുള്ള ആ ഡിഫറൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. സോ 180 ഡിഗ്രിയിൽ നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 തീറ്റ കിട്ടും. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്രാക്റ്റഡ് ആംഗിൾ കിട്ടും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ ബ്രാക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. എന്താണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ആംഗിളൊക്കെ കാണാൻ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് ആയിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 4th ക്വസ്റ്റ്യൻ. 3, 2, 6 are the Miller indices of a plane. The intercept made by the plane on the 3 crystallographic axes are. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻ്റർസെപ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ബേസിക്കായിട്ട് മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്ലെയിൻസ്, ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ വരച്ചിട്ട് അതിൻ്റെ പ്ലെയിൻസ് കൺസിഡർ ചെയ്തിട്ട് ഓരോ പ്ലെയിൻസിൻ്റെ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കും. അതിനുശേഷം അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. അതിലിപ്പം ഏതെങ്കിലും ഫാക്ടേഴ്സ് 1/2 3/2 ഏതെങ്കിലും ഫാക്ടറായിട്ടുള്ളതെന്ന് ഫ്രാക്ഷനായിട്ടുള്ളതെങ്കിൽ നമ്മളതിനെ മാറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളതിനെ ഇൻറ്റിജർ ഫോമിലേക്ക് ആക്കിയിട്ടാണ് മില്ലർ ഇൻഡിസസ് എഴുതുക. എല്ലാവർക്കും ആ ഒരു മെത്തേഡ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. XYZ എന്നുള്ള പ്ലെയിനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാറ്റിസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. A, B, C എന്ന് കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിനെ മെൻഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത്. XYZന് കറസ്പോണ്ടിങ് ആയിട്ട് A, B, C എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് അവിടെ ആ പ്ലെയിൻ നോക്കുക. പ്ലെയിൻ X ആക്സിസിൽ അതിൻ്റെ സെൻട്രലായിട്ടാണ് ഉള്ളത്. മറ്റേ Y ആക്സിസിനും Z ആക്സിസിനും അത് പാരലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻ്റർസെപ്റ്റ് വരുന്നത് X ആക്സിസിൽ 1/2 ആണ്. ബാക്കി Y ആക്സിസിലും Z ആക്സിസിലും ഇൻഫിനിറ്റി ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് നമുക്ക് 2 0 0 എന്ന് വരും. 1/∞ 0 ആണ്. 2 0 0 എന്ന് വരും. അത് ഫ്രാക്ഷൻ ഒന്നും വന്നിട്ടില്ല, ഇൻറ്റിജർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് അതിൻ്റെ മില്ലർ ഇൻഡിസസ് ആയിട്ട് വരിക. സപ്പോസ് നമ്മളിത് ഫ്രണ്ടിലോട്ട് കൺസിഡർ ചെയ്ത നമുക്ക് A എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലെയിനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, അതായത് ഈ റോസ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള പ്ലെയിൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ പ്ലെയിൻ എങ്കിൽ, ഫസ്റ്റ് ഫേസ് ഈ ക്യൂബിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് നമുക്ക് പ്ലെയിൻ എങ്കിൽ നമുക്കറിയാം അത് എക്സിൻ്റെ വാല്യൂ 1ഉം വൈയും സെഡും അതിൻ്റെ പാരലൽ ആക്സിസും ആണ്. സോ അവിടെ ഇൻ്റർസെപ്റ്റ് ഇൻഫിനിറ്റി വരും. നമുക്ക് റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 1 0 0 എന്ന് വരും. ആ പ്ലെയിൻ 1 0 0 പ്ലെയിനാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം നേരെ തിരിച്ചാണ്. പ്ലെയിൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സസ് ABCയുടെ ഫോമിൽ എഴുതുക. ഇതിൽ ഒന്നും ചെയ്യാനില്ല. മില്ലർ ഇൻഡിസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സോ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പം നമ്മൾ തന്നിരിക്കുന്ന ABCയുടെ ഫോമിൽ തന്നെ എഴുതുക. X ആക്സിസ് Aയും Y Bയും Z ആക്സിസ് C ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ 1/3A 1/2B 1/6 C എന്നും വരും. സോ ഇത് ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്, നമുക്കതിനെ മാറ്റണം. സോ നമ്മൾ എല്ലാ ക്വാണ്ടിറ്റിയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 6/3 6/2 6/6 എന്ന് വരും. അതായത് 2A 3B 1C എന്ന് വരും. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. മില്ലർ ഇൻഡിസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻ്റർസെപ്റ്റാണ് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിൻ്റെ ബേസിസിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ ദ ആൻസർ ഈസ് 2A 3B and C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് D100 D110 D111 ഈസ്. നമ്മളോട് ഇവിടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിയുടെ ക്യൂബിക് ലാറ്റിസ് ആണ് തന്നിട്ടുണ്ട്. ഡിയുടെ ഓരോ പ്ലെയിനിലും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്.
സോ നമുക്കറിയാം ഡി ഇസ് ഈക്വൽ ടു ക്യൂബിക് ലാറ്റിസിലാണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ക്യൂബിക് ലാറ്റിസ് ആയതുകൊണ്ടാണ് നമുക്ക് എഡ്ജ് ലാറ്റിസ് പാരാമീറ്റർ എ എന്ന് മാത്രമാണ് ഉള്ളത്, അതുകൊണ്ടാണ് എ മാത്രം വരുന്നത്. ബാക്കിയുള്ള ലാറ്റിസിൽ ഒന്നും എ മാത്രമല്ല, ബാക്കിയുള്ള ടേംസ് ബിയും സിയും ഒക്കെ വരുന്നുണ്ട്. സോ നമ്മൾ ക്യൂബിക്കിൻ്റെ കേസ് വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് ഉള്ളതും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലെങ്കിൽ പ്ലെയിൻസിൻ്റെ കാര്യമൊന്നും ക്വസ്റ്റ്യനിൽ ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്കതിൻ്റെ വാല്യൂസ് കാണാം. D100 എ ബൈ റൂട്ട് 2, D1100 എ, അതുപോലെ തന്നെ D110 എ ബൈ റൂട്ട് 2, D111 എ ബൈ റൂട്ട് 3 എന്നാണ് നമുക്ക് കിട്ടുക. എ കോമൺ ഫാക്ടറാണ്. നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് മീൻസ് ഇതിൻ്റെ റേഷ്യോ ആയിട്ട് അല്ലെങ്കിൽ നമ്മളിതിൽ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് 1:1 ബൈ റൂട്ട് 2:1 ബൈ റൂട്ട് 3 എന്ന് കിട്ടും. സോ ഫാക്ടർ ആയിട്ടാണ് ഇതിലുള്ളത്. നമ്മൾ സാധാരണ 6, 3, 2 എന്നുള്ളതിനെ നമ്മൾ കോമൺ ഫാക്ടർ വരുന്ന രീതിയിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ, മാറ്റി എഴുതുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ റൂട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ റൂട്ട് 6, റൂട്ട് 3, റൂട്ട് 2 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി ആണ്. റൂട്ട് 6 റൂട്ട് 3 റൂട്ട് 2 അങ്ങനെയാണ് ആൻസർ വരുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് എസ് സി ലാറ്റിസ് ഈസ് ബി സി സി ലാറ്റിസ്, റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് ബി സി സി ഈസ് ബി സി സി, അതുപോലെ തന്നെ റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് എസ് സി ലാറ്റിസ് ഈസ് എസ് സി ലാറ്റിസ്, റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് ബി സി സി ഈസ് എഫ് സി സി. സോ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 2 ആൻസറാണ് ഉള്ളത്. റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് എസ് സി ലാറ്റിസ് ഈസ് എസ് സി ലാറ്റിസ്, അതുപോലെ തന്നെ റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് ബി സി സി ഈസ് എഫ് സി സി. സോ ഇതുപോലെ 2 ഓപ്ഷൻ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് പി എസ് സിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും റെസിപ്രോക്കൽ ലാറ്റിസിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എസ് സി ലാറ്റിസിൻ്റെ റെസിപ്രോക്കൽ ലാറ്റിസ് എസ് സി സിമ്പിൾ ക്യൂബിക്ക് തന്നെയാണ്. ബി സി സിയുടെ റെസിപ്രോക്കൽ ലാറ്റിസ് എഫ് സി സി ആണ്. അതുപോലെ തന്നെ എഫ് സി സിയുടെ റെസിപ്രോക്കൽ ലാറ്റിസ് ബി സി സി ആണ്. അവർ പരസ്പരം റെസിപ്രോക്കൽ ലാറ്റിസ് ആയിട്ട് നിൽക്കുന്നു. സിമ്പിൾ ക്യൂബിക്കിൻ്റെ സിമ്പിൾ ക്യൂബിക്ക് തന്നെയാണ്. പിന്നെയുള്ളത് എച്ച് സി പി ആണ്. ഹെക്സഗണൽ ക്യൂബിക് സ്ട്രക്ചർ, ഹെക്സഗണൽ ക്യൂബിക് പാക്കിംഗ് ആണ്. എച്ച് സി പിയുടെ സ്ട്രക്ചർ എച്ച് സി പി തന്നെയാണ്. റെസിപ്രോക്കൽ ലാറ്റിസ് എച്ച് സി പി തന്നെയാണ്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഈവൻ വേറെ ഏതെങ്കിലും രീതിയിൽ സിംഗിൾ ആൻസർ വരുന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പം പി എസ് സിയിൽ ചോദിക്കാവുന്നതാണ്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോർ എ NaCl crystal, the cell edge A is equal to 0.563 nanometer. The smallest angle at which Bragg's reflection can occur corresponds to a set of planes whose indices are. സോ നമ്മളോട് ഇവിടെ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്. എയുടെ NaCl ക്രിസ്റ്റലിൻ്റെ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏത് പ്ലെയിനാണ് കറസ്പോണ്ടിങ് ആയിട്ട് സ്മോളസ്റ്റ് ആംഗിൾ കിട്ടുക, ബ്രാഗ്സ് റിഫ്ലക്ഷൻ കിട്ടുന്നത്. സോ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഗ്സ് ഇക്വേഷനാണ് n λ = 2d sin θ. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്മോളസ്റ്റ് ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ സോ സൈൻ തീറ്റയുടെ വാല്യൂ സ്മോൾ ആയിട്ട് കിട്ടുന്ന എച്ച് കെ എല്ലിൻ്റെ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചത്. സൈൻ തീറ്റ നമുക്കറിയാം, അതിൻ്റെ ഇക്വേഷൻ λ / 2d എന്നാണ്. സോ നമുക്കിവിടെ ഡി കണ്ടുപിടിക്കാൻ നമുക്ക് വഴി ഡി ഓരോന്നിനെയും കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കെ എല്ലിൻ്റെ ബേസിൽ എഴുതുവാണെങ്കിൽ ഡി എ നമുക്ക് എച്ച് കെ എല്ലിൻ്റെ ബേസിൽ എഴുതാം. ഡി = a/√h² + k² + l² എന്ന് എഴുതാം. സോ സൈൻ തീറ്റ = λ / 2d എന്നതിലെ ഇക്വേഷനിൽ ഡി എ നമുക്ക് എയുടെ ബേസിൽ നമുക്ക് മാറ്റി എഴുതാം. സോ നമുക്ക് ഡിയുടെ പ്ലേസിൽ a/√h² + k² + l² എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൈൻ തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആംഗിൾ വരുന്ന HKLന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ സൈൻ തീറ്റ സ്മോൾ ആവണമെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിലുള്ള സാധനം മാക്സിമം ആണ്. ഡിനോമിനേറ്ററിലെ സാധനം എന്ന് പറയുമ്പോൾ 2a ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ എന്നാണ്. അത് മാക്സിമം ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ, അതായത് റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ മിനിമം ആയിരിക്കണം. h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ എന്നുള്ള വാല്യൂവിൻ്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇക്വേഷൻ ആദ്യം എഴുതുക, എഴുതിയതിന് ശേഷം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. സൈൻ തീറ്റ എന്ന വാല്യൂ സ്മോൾ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആവണമെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മിനിമം ആംഗിൾ ആണ് സ്മോൾ ആണ്, തീറ്റയാണ് ഏറ്റവും കുറവായിരിക്കേണ്ടത്. തീറ്റ ഏറ്റവും കുറവായിരിക്കണമെങ്കിൽ സൈൻ തീറ്റയും അതിനനുസരിച്ച് കുറവായിരിക്കും. സോ ഇഫ് തീറ്റ ഈസ് സ്മോൾ സൈൻ തീറ്റ ഈസ് ഓൾസോ സ്മോൾ. സൈൻ തീറ്റയുടെ വാല്യൂ ഏറ്റവും സ്മോൾ ആയിരിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ ഇവിടെ ഇക്വേഷനിൽ ഒരു 2a ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ ആണ്. അത് മാക്സിമം ആവുക. അത് മാക്സിമം ആവണമെങ്കിൽ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ മിനിമം ആയിരിക്കണം. അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ മിനിമം വാല്യൂ 1 എന്ന് വരുന്ന പ്ലെയിൻ ഓപ്ഷനിലുള്ളത് 100 ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന പ്ലെയിൻസിൽ സ്മോളസ്റ്റ് ആംഗിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമ്മൾ 8th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. സ്പെസിഫിക് ഹീറ്റ് ബൈ ഡുലോങ് ആൻഡ് പെറ്റിറ്റ് ലോ. സോ നമുക്ക് ഇവിടെ സ്പെസിഫിക് ഹീറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ലോ ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഡുലോങ് പെറ്റിറ്റ് ലോവും ഐൻസ്റ്റീൻ മോഡലും അതുപോലെ തന്നെ ഡീബേ മോഡലും. ഈ 3 ലോയിൽ അല്ലെങ്കിൽ 3 മോഡലും നമുക്ക് സ്പെസിഫിക് ഹീറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ആ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മാത്രം ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ഡുലോങ് പെറ്റിറ്റ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. ഇവിടെ വേറൊന്നും നമുക്ക് കാര്യമായിട്ട് അതിൽ ചോദിക്കാൻ സാധ്യതയില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സ്പെസിഫിക് ഹീറ്റ് ബൈ ഐൻസ്റ്റീൻ മോഡൽ. ഐൻസ്റ്റീൻ മോഡലിൽ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഐൻസ്റ്റീൻ്റെ മോഡലാണ് ചോദിച്ചിട്ടുള്ളത്. ഐൻസ്റ്റീൻ മോഡലിൽ എക്സ്പോണൻഷ്യലൊന്നുമില്ല. CV ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T³ എന്നാണ് ഐൻസ്റ്റീൻ മോഡലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് ബൈ ഡീബേ മോഡൽ അറ്റ് ഹയർ ടെമ്പറേച്ചർ. ശ്രദ്ധിക്കുക, ഡീബേ മോഡലിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഹയർ ടെമ്പറേച്ചർ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 കേസിലും നമുക്ക് സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ ആണ് അറിയേണ്ടത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹയർ ടെമ്പറേച്ചർ ആണ്. ഹയർ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് ഡീബേ മോഡലിൽ പറഞ്ഞിരിക്കുന്നത് CV ഈസ് പ്രൊപ്പോർഷണൽ ടു e⁻⁻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 ⁻
ഹയർ ടെമ്പറേച്ചറിൽ മാത്രമാണ്. ഇനി DBA മോഡലിൻ്റെ ലോവർ ടെമ്പറേച്ചറാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. സ്പെസിഫിക് ഹീറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് DBA മോഡലിൻ്റെ ലോവർ ടെമ്പറേച്ചറിൽ പറയുന്നത്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഡിസ്കഷൻ ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മാക്സിമം പ്രോബ്ലംസ് ഉൾപ്പെടുത്തി ഇനി അടുത്ത വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. Thank you for watching the video.